അകത്ത് കയറി അടുക്കള ഭാഗത്ത് ചെന്നപ്പോൾ ഗ്യാസ് തുറന്നു വിട്ടതായിട്ട് ഗ്യാസിൻ്റെ സ്മെല്ലടിച്ചു. അങ്ങനെ പോലീസുകാർ ബാക്കിയുള്ളവരെ മാറ്റി നിർത്തിയതിനു ശേഷം അകത്ത് കയറി ഗ്യാസ് ഓഫ് ചെയ്തു. ഗ്യാസ് പോയി അടുക്കള ഭാഗം വഴി ആണ് അകത്ത് കയറി. അടുക്കള ഭാഗം വഴി അകത്ത് കയറിയപ്പോൾ ഈ ഹാളിൽ വന്നപ്പോൾ ഈ ഇളയ കുട്ടി രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതാണ് കാണുന്നത്. അപ്പം അഫാന്റെ അയൽവാസി കൂടിയായ ആൾ ചേരുകയാണ്. ഇന്നലെ എപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്? 6:15 മണിയോട്, വൈകുന്നേരം 6:15 മണിയോടുകൂടി ഞാൻ വീട്ടിൽ സിറ്റൗട്ടിലിരിക്കുമ്പോൾ ഇവിടെ ഈ ഗേറ്റിൽ പൂട്ട് പൊളിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഓടി വന്നത്. പോലീസുകാരാണ് അവിടെ നിൽക്കുന്നത്. അവരെ കൂടെ തന്നെ ഞാൻ പൂട്ട് പൊളിച്ച് അകത്ത് കയറി അടുക്കള ഭാഗത്ത് ചെന്നപ്പോൾ ഗ്യാസ് തുറന്നു വിട്ടതായിട്ട് ഗ്യാസിൻ്റെ സ്മെല്ലടിച്ചു. അങ്ങനെ പോലീസുകാർ ബാക്കിയുള്ളവരെ മാറ്റി നിർത്തിയതിനു ശേഷം അകത്ത് കയറി ഗ്യാസ് ഓഫ് ചെയ്തു. ഗ്യാസ് പോയി അടുക്കള ഭാഗം വഴി ആണ് അകത്ത് കയറി. അടുക്കള ഭാഗം വഴി അകത്ത് കയറിയപ്പോൾ ഈ ഹാളിൽ വന്നപ്പോൾ ഈ ഇളയ കുട്ടി രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതാണ് കാണുന്നത്. കമിഴ്ന്ന് കിടക്കുന്നതാണ് കാണുന്നത്. അതിൽ മണിക്കൂറോളം ആയതായിട്ട് തോന്നി, എൻ്റെ നോട്ടത്തിൽ തോന്നിയായിരുന്നു. പിന്നീട് മുറികൾ പരിശോധിക്കുകയായിരുന്നു അല്ലേ? പിന്നീട് അടുത്ത റൂം പൂട്ടിയിട്ടേക്കുകയായിരുന്നു. അപ്പോഴേ മൊത്തം 3 പേരാണ് ഇവിടെ താമസമെന്ന് നമുക്കറിയാം. പക്ഷേ വീണ്ടും ഒരാൾ ഉണ്ട് എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ പോലീസിനോട് മൊഴി പറഞ്ഞത് ഈ പ്രതി എന്ന് പറയുന്ന കക്ഷി മൊഴി പറഞ്ഞ് ഞാൻ 3 പേരെ ഇവിടെ കൊന്നിട്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. ആ 3ാമതൊരാൾ നാട്ടുകാർക്ക് പോലും അറിയില്ല. എന്നിട്ട് നമ്മളെ ചോദിക്കുന്നു. നമ്മൾ അങ്ങനെ ഒരാളില്ല എന്നാണ് നമ്മളിവിടെ എല്ലാവരും പറഞ്ഞത്. എന്നിട്ട് അല്ല, ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ മുകളിലത്തെ നിലയിൽ പോയി നോക്കുമ്പോഴാണ് ഈ പെൺകുട്ടി മരിച്ചു കിടക്കുന്നതാണ്. ഈ പെൺകുട്ടിയെ നമുക്ക് ആ ഘട്ടത്തിൽ തിരിച്ചറിയാൻ പറ്റിയിരുന്നോ? പെൺകുട്ടിയെ ആളാരെന്ന് അറിയില്ലായിരുന്നു. ഒരു പെൺകുട്ടി കിടക്കുന്നതായിട്ടാണ് അറിഞ്ഞത്. ഈ ഫർസാന എന്ന് പറഞ്ഞ പെൺകുട്ടി ഇവിടെ അടുത്ത് തന്നെ ഉള്ള കുട്ടിയാണ്. വെഞ്ഞാറമോട് മുക്കുന്നൂരുള്ളതാണെന്ന് അറിയാം. നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അറിയില്ല. എങ്ങനെയാണ് അഫാന്റെ പെരുമാറ്റം മറ്റു കാര്യങ്ങളോ എങ്ങനെയാണ്? അഫാൻ നല്ല സ്വഭാവക്കാരനാണ്. നല്ല ഇവിടെ നാട്ടിൽ വേറെ കുറ്റകൃത്യങ്ങളൊന്നും പങ്കെടുത്തായിട്ട് ഇതുവരെ ഇല്ല. പിന്നെ കാണുമ്പോൾ കൂടുതൽ സംസാരിക്കില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ വിഷയം അങ്ങ് പോവുക, അത്രയേ ഉള്ളൂ. എന്താണ് ഇങ്ങനെ പെട്ടെന്നൊരു തുടർച്ചയായി 5 പേരെ കൊല ചെയ്യാനുള്ള ഒരു പ്രേരണ? എന്താണ് അതിന് എന്തെങ്കിലും തരത്തിലുള്ള സൂചന മനസ്സിലാവുന്നുണ്ടോ? അതിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ചെറിയൊരു ഘടകമാണ്. എന്നിട്ട് അതുകൊണ്ട് ഇത് കൊല നടക്കണമെന്നില്ല. ഇതിപ്പോൾ ആ പെൺകുട്ടി വന്നതിന് ശേഷമുള്ള എന്തോ സംസാര വിഷയങ്ങളാവണം ഇതിൽ കൊലയിലേക്ക് പോയതെന്നാണ്. മറ്റ് ഈ പയ്യനും ഇവരും തമ്മിൽ, ജ്യേഷ്ഠനും അനുജനും തമ്മിൽ വലിയ സൗഹൃദത്തിൽ തന്നെയായിരുന്നു അല്ലേ? ജ്യേഷ്ഠനും അനുജനും നല്ല സൗഹൃദത്തിലാണ്, നല്ല രീതിയിലാണ്. അവർ വൈകുന്നേരങ്ങളിൽ ബോൾ കളിക്കാറുണ്ട്. എല്ലാ ദിവസവും ബോൾ കളിക്കാറുണ്ട്. ഞാൻ വീട്ടിൽ നിന്ന് കാണാറുണ്ട്. രാത്രി സമയങ്ങളിൽ അവർ നല്ല അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. ഈ പിതാവ് റഹീമിനെ കുറിച്ച് അറിയാവോ? നേരത്തെ തന്നെ അറിയാം. റഹീം ഈ നാട്ടിൽ വന്നിട്ട് 8 വർഷത്തോളമായി. ഞാൻ ഇടയ്ക്ക് ലീവിന് വരുമ്പോഴേ കാണുന്നതല്ലാതെ വേറെ കണ്ടിട്ടില്ല. ഇവിടെ ഇവരെ 10 വർഷത്തോളമായി വസ്തു വാങ്ങിച്ച് വീട് വെച്ച് താമസിക്കുന്നവരാണ്. ഇവരെ ഉമ്മായുടെ സ്ഥലമാണ് ഇവിടെ. മറ്റേ ഈ ബാപ്പായുടെ സ്ഥലം എന്ന് പറയുന്നത് പാങ്ങോടാണ്. പരിചയമുള്ള ആളുകളാണല്ലേ? ഇവിടെ വന്ന് താമസമായതിനു ശേഷമുള്ള പരിചയപ്പെടുക. തീർച്ചയായും അത് തന്നെയാണ് പറയുന്നത്. മരണം ഈ നിലയിലൊരു കൊലപാതകം അഫാൻ ചെയ്യുമെന്ന് വിശ്വസിക്കാനേ കഴിയുന്നില്ല എന്ന് നാട്ടുകാരും പറയുന്നു.